നമ്മൾ കഴിഞ്ഞ ദിവസം പാരലൽ ലൈൻസിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ ജസ്റ്റ് ആ വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കുക. ഞാൻ എൻ്റെ ഐ ബട്ടണിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തേക്കാം. അപ്പോൾ കണ്ടതിന് ശേഷം മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഇടുക. അല്ലെങ്കിൽ പാരലൽ ലൈനെ പറ്റി അത്യാവശ്യം നല്ലതായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ, കാരണം ഇത് ഇച്ചിരി അഡ്വാൻസ് ലെവലാണ്, കുറച്ചുകൂടെ മുമ്പിലോട്ട് നമ്മൾ ഒരു USS ഓറിയൻറ്റഡ് അല്ലെങ്കിൽ നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ഒക്കെ ആകുമ്പോൾ ചെയ്യേണ്ട കുറച്ചുകൂടെ കാര്യങ്ങളാണ്. ഓക്കെ, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, പിന്നെ അത് ട്രയാങ്കിളിൽ നിന്ന് ഒരു എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാരലൽ ലൈൻസ് എന്നുള്ള ചാപ്റ്റർ പഠിച്ച് കഴിഞ്ഞിട്ട് ട്രയാങ്കിളിനെ പറ്റിയും പഠിച്ച് കഴിഞ്ഞിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഓക്കെ, ഇതിനകത്തിലെ 2 ആംഗിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുള്ള ആംഗിൾസ് നമുക്കൊന്ന് അടയാളപ്പെടുത്താം. ഈ ആംഗിൾ QPR, ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ ടോപ്പിൽ വരുന്ന ഈ ഒരു ആംഗിളാണ് 65 ഡിഗ്രി. ഓക്കെ, ഈ ടോപ്പിൽ വരുന്ന ഈ ഒരു ആംഗിൾ 65 ഡിഗ്രിയാണ് വരുന്നത്. ഓക്കെ, അതുപോലെ ഈ സൈഡിൽ വരുന്ന ക്യൂവിൽ വരുന്ന ആംഗിൾ 55 ഡിഗ്രിയാണ് വരുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ 6ൽ വരുന്ന ആംഗിളാണ്. ഓക്കെ, QPR 65, പിന്നെ PQR 55. അപ്പോൾ ഈ 2 ആംഗിൾ, ഒരു ട്രയാങ്കിളിലെ 2 ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? ഒരു ട്രയാങ്കിളിലെ 3 ആംഗിൾസിൻ്റെയും കൂടെ സമ്മ്. ഇപ്പോൾ ആംഗിൾ P പ്ലസ് ആംഗിൾ Q പ്ലസ് ആംഗിൾ R, ഇത് മൂന്നുമാണ് ട്രയാങ്കിളിലെ ആംഗിൾസ് എന്ന് വിചാരിക്കുക. ഈ 3 ആംഗിളിൻ്റെയും കൂടെ സമ്മ് എത്ര വരും? ഈക്വൽ ടു 180 ഡിഗ്രി. അത് എപ്പോഴും ഓർത്ത് വെച്ചോണം. ഒരു ത്രികോണത്തിലെ 3 കോണുകളൂടെ കൂട്ടിയാൽ 180. ഇതേ സാധനം തന്നെ ചതുരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ 360. അപ്പോൾ അത് ഓർത്ത് വെച്ചോണം ഈ 2 കാര്യങ്ങൾ. ത്രികോണത്തിലെ 3 ആംഗിളൂടെ കൂട്ടിയാൽ 180, ചതുരത്തിലെ 4 ആംഗിളൂടെ കൂട്ടിയാൽ 360. നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കണം. ഇത് വെച്ച് നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വരും. ഓക്കെ, ഇതിനകത്ത് നമുക്ക് P എന്നുള്ള ആംഗിൾ 65 എന്ന് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് Q എന്നുള്ള ആംഗിൾ 55 എന്ന് വന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് മൂന്നാമത്തെ ആംഗിൾ R കൂടെ കൂട്ടിയാൽ നമുക്ക് 180 കിട്ടും എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 180 നമുക്ക് 3 അളവ് വന്നിട്ടുണ്ട്. ഇനി 6 കണ്ടുപിടിക്കാൻ എളുപ്പമില്ലയോ? 6 കണ്ടുപിടിക്കാൻ എങ്ങനെയാ? നമ്മൾ 6 കണ്ടുപിടിക്കാനായിട്ട് എന്തോ ചെയ്താൽ മതി? 180 നിന്ന് 65 പ്ലസ് 55 കുറച്ചാൽ മതി. 65 പ്ലസ് 55 180 നിന്ന് കുറച്ചാൽ എത്ര കിട്ടും? 65 55 കൂടെ കൂട്ടിയ 65 5 70, 70ഉം 50ഉം 120. 180 മൈനസ് 180 മൈനസ് 120 ചെയ്താൽ മതി. 180 120 കുറയ്ക്കുമ്പോൾ 180 മൈനസ് 120 എത്ര എന്ന് കിട്ടും? 60 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഈ ആംഗിൾ എത്ര? ആംഗിൾ QRP നമുക്ക് 60 കിട്ടി. നമ്മളോട് ചോദിച്ചതാണോ? നമുക്ക് കിട്ടിയത് ഏതാ? QRP. ഇതായിട്ട് ഈ ആംഗിൾ നമുക്ക് 60 എന്ന് കിട്ടി. നമുക്ക് ഏതാ കിട്ടേണ്ടത്? PRS എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതേ ലീനിയർ പെയർ, നമ്മൾ നേരത്തെ പഠിച്ച സാധനം. ലീനിയർ പെയറിലെ 2 ആംഗിളിൻ്റെ സമ്മ് 180. ലീനിയർ പെയറിലെ 2 ആംഗിളോട് കൂട്ടിയാൽ 180 ആണ് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് എത്ര എന്ന് കിട്ടും? ഈ ലീനിയർ പെയർ ഏതൊക്കെ? ആംഗിൾ QRP പ്ലസ് ആംഗിൾ PRS. ഈ QRP നമുക്ക് 60 എന്ന് കിട്ടി. 60 പ്ലസ് എത്രയാണ്? 180 കിട്ടാൻ 120. നമുക്ക് ക്വസ്റ്റ്യന് ചോദിച്ചത് ഏതാ? ഫൈൻഡ് PRS. അത് എത്ര എന്ന് വന്നു? 120 എന്ന് വന്നു. ഓക്കെ, ഞാനിത് ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഒരു ട്രയാങ്കിളാണ്. ട്രയാങ്കിളിലെ 3 ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കാനും വളരെ എളുപ്പമാണ്. 3ൻ്റെയും കൂടെ സമ്മ് 180. 2 എണ്ണം തന്നിട്ടുണ്ട്. മൂന്നാമത്തെ കണ്ടുപിടിക്കണമെങ്കിൽ 180യിൽ നിന്ന് ആ തന്നിരിക്കുന്ന 2 എണ്ണം കുറയ്ക്കണം. അതായത് ഇവിടെ 65ഉം 55 തന്നിട്ടുണ്ട്. 65 പ്ലസ് 55 120 എന്ന് കിട്ടും. 180 നിന്ന് 120 കുറച്ചാൽ നമുക്ക് 60 ഡിഗ്രി എന്ന് കിട്ടും. പിന്നെ നമുക്ക് QRPയും PRSും ആ 2 ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം. അതായത് ഒന്ന് നമുക്ക് കിട്ടി, QRP കിട്ടി 60. നമുക്ക് കണ്ടുപിടിക്കേണ്ട PRS അതിൻ്റെ ലീനിയർ പെയർ ആയതുകൊണ്ട് തന്നെ 180യിൽ നിന്ന് 60 കുറച്ചാൽ 120 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, ഇത് ക്ലിയർ ആയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഒരു റെക്റ്റാങ്കിൾ ആണ് തന്നിരിക്കുന്നത്. റെക്റ്റാങ്കിൾ ആയിട്ടോ സ്ക്വയർ ആയിട്ടോ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ഇതിന് നമ്മൾ ആംഗിൾസുമായിട്ടേ ബന്ധമുള്ളല്ലോ. അപ്പോൾ എന്താണ്? നമുക്ക് ആംഗിൾ CDE, എന്ത് ആംഗിൾ CDE, ആ ആംഗിൾ നമുക്ക് എത്ര തന്നേക്കുന്നത്? 25 ഡിഗ്രി എന്നാണ് നമുക്ക് ഏത് ആംഗിൾ തന്നേക്കുന്നത്? CDE എന്നുള്ള ആംഗിൾ നമുക്ക് 25 ഡിഗ്രി. അതായത് ഈ ആംഗിൾ നമുക്ക് തന്നേക്കുന്നത് 25 എന്നാണ്. ഓക്കെ, അത് 25 നമ്മൾ എടുത്തു. പിന്നെ നമുക്ക് തന്നേക്കുന്ന ആംഗിൾ EAB എന്ന് പറയുന്ന ആംഗിൾ 40 ഡിഗ്രി. ബാക്കി ആംഗിൾസ് നമ്മൾ കണ്ടുപിടിക്കണം. ബാക്കി ആംഗിൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ.
ട്രയാങ്കിളിലെ ആംഗിൾസ് കണ്ടുപിടിക്കണം. ഓക്കെ, ട്രയാങ്കിൾസിലെ ആംഗിൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ തന്നേക്കുന്ന പിക്ചറിനകത്ത് എന്തുണ്ട്? ഒരു റെക്റ്റാങ്കിൾ അതല്ലെങ്കിൽ ഒരു സ്ക്വയർ ഉണ്ട്. ഈ റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞായിരുന്നു. 4 ആംഗിളിൻ്റെയും കൂടെ സം എത്ര കിട്ടും? 360 എന്ന് കിട്ടും. 4 ആംഗിൾസിൻ്റെയും കൂടെ സമ്മ്. വേറൊരു പ്രത്യേകതയും കൊണ്ടുണ്ട്. ഈ റെക്റ്റാങ്കിളിൻ്റെ 4 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതല്ലെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി വന്നാലേ റെക്റ്റാങ്കിൾ ആവത്തുള്ളൂ. അതല്ലെങ്കിൽ അതെന്തായി മാറും? 4 വശമുള്ള ഇപ്പം പാരലോഗ്രാമോ അങ്ങനെ വേറെ എന്തെങ്കിലും രൂപമായി മാറും. 4 സൈഡ്സ് ഉള്ളത്. 4 സൈഡ്സും ആംഗിൾസ് എല്ലാം 90 ഡിഗ്രി വന്നാലേ എന്താകത്തുള്ളൂ? റെക്റ്റാങ്കിൾ. അപ്പോൾ ഇതിനകത്തിൽ ആംഗിൾസ് ഓരോന്നും എത്രയൊക്കെ വെച്ച് കിട്ടും നമുക്ക്? ആംഗിൾസ് ഓരോന്നും എത്രയൊക്കെ വെച്ച് കിട്ടും? 90 ഡിഗ്രി വെച്ച് കിട്ടണം. അപ്പോൾ ഈ ആംഗിൾ സി എന്ന് പറയുന്നത് ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ആംഗിൾ ബി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അതേപോലെ ആംഗിൾ എയും ഡിയും എല്ലാം എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 90 ഡിഗ്രി വന്നാൽ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. 4 ആംഗിളൂടെ കൂട്ടിയാൽ 360 കിട്ടും. 4 ആംഗിൾസ് ഈക്വൽ ആകുമ്പോൾ 360 ഡിവൈഡഡ് ബൈ 4. 360 ഡിവൈഡ് ബൈ 4 നമുക്ക് എത്ര കിട്ടും? 90 എന്ന് കിട്ടും. 360 ഡിവൈഡഡ് ബൈ 4 നമുക്ക് 90 എന്ന് കിട്ടും. അപ്പോൾ ഒരു ആംഗിൾ എത്ര വന്നു? 90. അത് മനസ്സിലായല്ലോ എല്ലാവർക്കും. ഒരു ആംഗിൾ എങ്ങനെ 90 വന്നതെന്ന്. ഓക്കെ, അപ്പോൾ ആംഗിൾ ഡിയും ആംഗിൾ എയും 90 ആയിരിക്കുമല്ലോ. 2 ആംഗിളും 90 വെച്ചാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഇനി ബാക്കി കണ്ടുപിടിക്കാം. ആംഗിൾ ഡി എന്നുള്ള ഭാഗം ഞാൻ എടുക്കുകയാണ്. ആംഗിൾ ഡി ശരിക്കും അത് പറയുന്നത് CDA അല്ലെങ്കിൽ ADC, ആ ഫുൾ ആംഗിൾ. ആംഗിൾ ഡി എന്ന് പറയുന്നത് 90 ആണ്. നമുക്ക് അതിനകത്തൊരു പകുതി ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്. അത് CDE, അത് 25 ആണെങ്കിൽ ബാക്കി ആംഗിൾ EDA ഏത് ആംഗിൾ? അതുകൊണ്ട് ഈ അകത്തെ ആംഗിൾ അത് എത്ര എന്ന് വരും? 90 മൈനസ് 25. 90 നിന്ന് 25 കുറച്ച് എത്ര എന്ന് കിട്ടും? 90 നിന്ന് 25 കുറച്ച് എത്ര എന്ന് കിട്ടും? 65. 65 എത്ര എന്ന് കിട്ടി? 65. 65 5 70 80 90. 65 എന്ന് കിട്ടി. ഏത് ആംഗിൾ? ഈ ആംഗിൾ EDA എന്നുള്ള ആംഗിൾ 65 എന്ന് കിട്ടിയാൽ നമുക്ക് ആംഗിൾ 65 എന്ന്. അപ്പോൾ നമുക്കത് 65 എന്ന് എഴുതി വെക്കാം. എന്നിട്ട് അടുത്ത ആംഗിൾ കണ്ടുപിടിക്കാം. ഇത് നമുക്ക് 65 6 5 എന്ന് കിട്ടി. 65 എന്ന് കിട്ടി. ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഏതാ? ആംഗിൾ EAD എന്നുള്ള അതെ ഈ ഒരു ആംഗിളാണ് നമ്മൾ അടുത്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിയാൽ 90 ആയിരുന്നു. 90 വരുമായിരുന്നു. 90 മൈനസ് 40 ചെയ്ത് നോക്കിയാൽ നമുക്ക് ആംഗിൾ കിട്ടും. 40 ചെയ്താൽ എത്ര കിട്ടും? 90 40 കുറച്ചാൽ 50. 50 40 ഒരു 90. അപ്പോൾ ഈ ആംഗിൾ എത്ര കിട്ടി? 50. അപ്പോൾ നമുക്ക് ഇതേ ട്രയാങ്കിളിലെ 2 ആംഗിൾസ് കിട്ടി. ഫൈൻഡ് ആൾ ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിളാണ്. 2 ആംഗിൾ കിട്ടി. അതാ 65 50. ഇനി മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞോട്ടെ. എങ്ങനെ തേർഡ് ആംഗിൾ കണ്ടുപിടിക്കുന്നത്? ഒരു ആംഗിൾ നമുക്ക് 65 എന്ന് കിട്ടി, മറ്റേ ആംഗിൾ 50 എന്ന് കിട്ടി. രണ്ടും കൂടെ കൂട്ടിയാൽ 5 6 4 6 5 11 115. അപ്പം 180 മൈനസ് 115 115 180 എന്ന് കുറച്ചാൽ 65. എത്ര കിട്ടും? 65. അപ്പോൾ അത് ഈ ആംഗിൾ മണ്ടക്കത്തെ ആംഗിൾ എത്ര എന്ന് കിട്ടി? ഈ ആംഗിൾ എത്ര എന്ന് കിട്ടി? ഇതും 65 എന്ന് കിട്ടി. നമുക്ക് ഈ ട്രയാങ്കിളിലെ 3 ആംഗിൾസും കിട്ടിയില്ലയോ? 65 65 50. ഓക്കെ, ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നത് മനസ്സിലായോ? ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. നമ്മൾ ആ പാരലൽ ലൈൻസിൻ്റെ ആ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആൻസറിലേക്ക് എത്താവുന്നതാണ്. ഓക്കെ, ഇത് നിങ്ങൾ വീണ്ടും തന്നെ ഒന്ന് ചെയ്ത് നോക്കണേ.